ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവ് വിളിച്ചു പറഞ്ഞത് പ്രകാരം സച്ചി ഗജാനന്ദനെ കാണാൻ വേണ്ടി അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ ഗജാനന്ദനെ പിടിച്ച് തല്ലുകയും നീയല്ലട എൻ്റെ ഭാര്യയെ ഈ നിലയിൽ അപകടത്തിലാക്കിയത് നീയല്ലട എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ ഒരുപാട് തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് സുധിയെയാണ്. സുധിയാണെങ്കിൽ പാർക്കിൽ ഇരുന്നിട്ട് നല്ല അടിപൊളിയായി പാട്ടൊക്കെ പാടി അങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അവരാണെങ്കിൽ ആ ഗുണ്ടകളാണെങ്കിൽ പുറത്ത് കുറെ നേരമായി വെയിറ്റ് ചെയ്യണം. പക്ഷെ ഇവൻ പുറത്തിറങ്ങുന്നത് കാണുന്നുമില്ല. എന്തായാലും ഇവൻ ഇന്ന് മുഴുവനും അവിടെ പാർക്കിൽ ചെലവഴിച്ചിട്ട് വൈകിട്ട് രാത്രിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് അവന്റെ തീരുമാനം. അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് കാണാതെയാകുമ്പോൾ അതിലൊരു ഗുണ്ട വന്നിട്ട് അവന്റെ താളത്തിനൊത്തിട്ട് ആ പാട്ട് ബാക്കി പാടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവർ അവിടെ വെച്ച് പരസ്പരം പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. അപ്പൊ സുധി അത് വിശ്വസിച്ച് പോവുകയാണ്. സുധിയോട് പറയുന്നുണ്ട് നമുക്ക് പുറത്തു പോയിട്ട് പാടാം എന്നൊക്കെ പറഞ്ഞങ്ങനെ സൂത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധിയെ പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പോൾ അവിടെ കൂട്ടുകാരൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കില്ല, സുധിയുടെ കൂട്ടുകാരൻ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വെച്ചിട്ട് അവരുടെ വണ്ടിയിലേക്ക് സുധിയെ കയറ്റാൻ നോക്കുകയാണ്. അപ്പൊ സുധി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇതിൽ എന്നെ കയറ്റുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ വിട് എന്ന് പറയാണ്. അപ്പോൾ ഇനി നിന്നെ വിടലൊന്നുമില്ല, നീലിമ മേഡത്തിന്റെ കാശ് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം നിന്നെ ഇനി വിടുകയുള്ളൂ എന്ന് പറയുന്നു. നീലിമയോ എന്ന് ചോദിക്കുകയാണ് സുധി. അപ്പൊ അതെ എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് അവനെ വണ്ടിയിൽ കയറ്റി നീലിമയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എത്തുമ്പോൾ നീലിമയെ കണ്ടിട്ട് സുധി ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. സുധി പറയാണ് നീയോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് മര്യാദയ്ക്ക് എൻ്റെ പൈസ തന്നോളണം എന്ന് പറയുന്നുണ്ട്. എടി നീയാണ് എന്നെ ശരിക്കും വഞ്ചിച്ചിട്ട് നീ എൻ്റെ കയ്യിൽ നിന്നാണ് 50 ലക്ഷം രൂപ കൊണ്ടുപോയത്. ആ പൈസയാണ് നീതിയും ന്യായവും നിയമവും ഒക്കെ ഇടപെട്ടിട്ട് എനിക്ക് ആ പൈസ തിരികെ എൻ്റെ കയ്യിലോട്ട് തന്നെ വന്നത്. നീയാണ് ശരിക്കും എന്നെ ചതിച്ചത്, നിന്നെയാണ് ശരിക്കും ശിക്ഷിക്കേണ്ടത്, അത് എൻ്റെ പൈസയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് സുധി. പക്ഷേ അവര് അതിന് സമ്മതിക്കുന്നില്ല. എന്തായാലും തൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക്, ആ ഗുണ്ടകളുടെ കയ്യിൽ തോക്കുണ്ടാവും, ആ തോക്ക് പിടിച്ചു വലിച്ച് നേരെ സുധിയുടെ തലയ്ക്ക് നേരെ ചൂണ്ടുകയാണ് നീലിമ. എന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് നീ എൻ്റെ പൈസ തന്നോളാം, നിനക്ക് രണ്ട് ചോയ്സ് ആണുള്ളത്. ഒന്നെങ്കിൽ നിനക്ക് എൻ്റെ പൈസ 50 ലക്ഷം രൂപ നിന്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞ് ഇവിടെ എത്തിക്കണം, ഇല്ലെങ്കിൽ നിന്റെ പേരുള്ള ആ ഷോപ്പ് അത് എൻ്റെ പേരിലേക്ക് എഴുതി തരണം എന്നിങ്ങനെ പറയുമ്പോൾ സുധി പെട്ടുപോവുകയാണ്. എന്തായാലും കൂട്ടുകാരൻ വിളിച്ചിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി ആണെങ്കിൽ അച്ഛമ്മയുടെ പണിയിൽ നല്ല 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ് അച്ഛമ്മ. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ തേക്കലും മടക്കലും അലക്കലും തുടക്കലും അടുക്കളപ്പണി എല്ലാ പണിയും ചെയ്ത് ആകെ അവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അയൺ ചെയ്യണ സമയത്താണ് ശ്രുതിയുടെ കൂട്ടുകാരൻ വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതി ആരൊക്കെ ചേർന്ന് ശ്രുതിയെ തട്ടിക്കൊണ്ടു പോയി എന്ന് പറയുകയാണ്. അത് കേട്ട് ശ്രുതി ആകെ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ ഭാഗത്തിൽ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.